കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാസർ എന്ന യുവാവാണ് ഭാര്യ ഷിബിലയെയും ഭാര്യ മാതാവിനെയും പിതാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചത്. യാസറിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഈ കുടുംബത്തിന് ഭീഷണിയുണ്ടായിരുന്നതായി കാണിച്ച് കുടുംബം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ദീപക് മലയമ്മ ഷിബിലയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ യാസർ ഇവരെ ഉപദ്രവിച്ചതിന് ശേഷം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് ഇപ്പോഴും തിരയുകയാണ്. ഈ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിലെത്തി യാസർ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചെങ്കിലും പണം നൽകാതെയാണ് അവിടെ നിന്നും കടന്നു കളഞ്ഞത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് മലയമയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, ഇത് ഏത് ഭാഗത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്? ഏത് ഭാഗത്തേക്കാണ് യാസർ കടന്നു കളഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപർണ, അല്പം മുൻപാണ് ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു വീട് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചാണ് ഈ അക്രമ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതിനുശേഷം പ്രതി ഇവിടെ നിന്നും ദ്രുതഗതിയിൽ തന്നെ തൻ്റെ കാറിൽ കടന്നു കളയുകയാണ്. തുടർന്ന് ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു. തുടർന്ന് അവിടെ വെച്ച് കൃത്യമായി തന്നെ പെട്രോൾ അടിച്ചതിന് ശേഷം 2000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട്. പെട്രോൾ അടിച്ചതിന് ശേഷം അവിടെ നിന്നും കടന്നു കളയുകയാണ്. അതും പണം നൽകാതെ തന്നെയാണ് കടന്നു കളയുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ പോലീസ് അന്വേഷണത്തിന് വ്യാപകമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് 7 മണിയോടെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതി രാവിലെ ഉച്ചയുടെ മുമ്പായിട്ട് ഇവിടെ വന്നുകൊണ്ട് ചെറിയ വഴക്കുണ്ടാക്കി. പിന്നീട് ഇവിടെ നിന്ന് പോയി. നോമ്പ് തുറക്കുന്ന സമയമാണ് 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊന്നും പുറത്തുണ്ടാവില്ല. ഈ ചുറ്റുവട്ടത്തൊക്കെ നോമ്പുള്ള വീടുകളാണ്, നോമ്പെടുക്കുന്ന ആളുകളാണ്. ആ സമയത്ത് കൃത്യമായിട്ട് 7 മണിക്ക് ഇവിടെ വന്നുകൊണ്ട് വേറെ സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് കഴുത്തിൽ തുടരെ കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുത്ത് തടഞ്ഞിട്ടുള്ള ഈ ഷിബിലയുടെ ഉപ്പ പാറക്കണ്ടി അബ്ദുറഹിമാൻ, അദ്ദേഹത്തിൻ്റെ തലക്ക് കുത്തിയിട്ടിട്ടുണ്ട്. ഈ കുത്ത് തടയാൻ വന്നിട്ടുള്ള ഈ ഷിബിലയുടെ ഉമ്മ ഹസീന, പാറക്കണ്ടി ഹസീന, അവരുടെ കഴുത്തിനും കൈക്കും കുത്തിയിട്ടിട്ടുണ്ട്. ഈ രണ്ടുപേരും, ഈ ഉമ്മയും ഉപ്പയും ഇപ്പം മെഡിക്കൽ കോളേജിലാണ്. ഉപ്പയ്ക്ക് ഒരു മാരകമായ മുറിവാണ് ഏറ്റിട്ടുള്ളത്. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണ്. ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 4 മാസത്തോളമായി കുട്ടി ഇവിടെയാണ് താമസിക്കുന്നത്. ലഹരിക്കടിമയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കുട്ടി ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞിട്ടുള്ളത്, ഇനി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും വേണ്ടിയില്ല, ഇയാളെ കൂടെ ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതി ഇവിടെ വരും, നീ വന്നിട്ടില്ലെങ്കിൽ നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉമ്മയെ കൊന്ന മകൻ ഈ പ്രതിയുമായുള്ള സുഹൃത്താണ്. ഇത് ഈ കുട്ടി അറിഞ്ഞപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കേണ്ടതില്ലല്ലോ. അപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് 7 മണിയോടുകൂടി കൃത്യം നടത്താൻ വേണ്ടി തന്നെ വന്ന് ചെയ്ത് ഒരു അൾട്ടോ കാറിലാണ് വന്നിട്ടുള്ളത്, ഗ്രേ കളറ്. ഇവിടെ നിന്ന് നേരെ ഈങ്ങാപ്പുഴ, അവിടെ നിന്ന് താമരശ്ശേരി, പിന്നെ എസ്റ്റേറ്റ് മുക്ക്, അവിടെ നിന്ന് 2000 റുപ്യൻ്റെ ഡീസൽ അടിച്ച് അത് പൈസ കൊടുക്കാതെ തലയാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. യാസർ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്റ്റേറ്റ് മുക്ക് ഭാഗത്തേക്ക്, അതായത് താമരശ്ശേരി ഭാഗത്ത് നിന്ന് എസ്റ്റേറ്റ് മുക്ക് ഭാഗത്തേക്കാണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത്. അതായത് ബാലുശ്ശേരി ഭാഗത്തേക്ക്, ബാലുശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.